ഹായ് കൂട്ടുകാരെ. അപ്പം നമുക്ക് എന്തായി നമ്മൾ ഓരോ ദിവസത്തെയുള്ള ഓരോ പരിപാടി വീട്ടിലേക്ക് നമുക്ക് മണങ്ങും കണ്ട നല്ല മണങ്ങും മാന്തൽ, പിന്നെ ഇത് എന്തെന്ന് പറയണ്ടേ കുട്ടി അയില, പിന്നെ മുള്ളൻ, പിന്നെ എന്തെന്നാണ് ഈ കൂളിപ്പാര, അങ്ങനെ ഓരോന്നുണ്ട്. ഓരോ മീൻ ചിക്കൻ എല്ലാം മിക്സായിട്ട് നല്ല ചരു കിട്ടിയിട്ട് നല്ല മണങ്ങെല്ലാം നല്ല രസമുണ്ട്. അതിൻ്റെ മാന്തൽ ഇങ്ങനെ അത് നമ്മൾ ഇത്ര മുറിച്ച് വെച്ച് ഇത് മുറിക്കാൻ പോവുക. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ദിവസമുള്ള വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത്. അങ്ങനെ നമ്മൾ എന്തിനാ അടുത്ത പരിപാടി മീനെല്ലാം മുറിച്ച് കഴുകി വെച്ച് എല്ലാം വൃത്തിയാക്കി വെച്ച് അപ്പോൾ ഇനി നമ്മൾ തേങ്ങ അരച്ച മീൻകറി വെക്കാന്ന് വിചാരിച്ച് നല്ല രസം ഉണ്ടാവില്ലേ, ചരുവും മണ്ണുമല്ലായിട്ടുള്ള തേങ്ങ അരച്ച കറി വെക്കാന്ന് വിചാരിച്ച്. അപ്പോൾ തേങ്ങ അരച്ച കറിക്ക് അങ്ങനെ തേങ്ങ അരണ്ട നമ്മൾ തേങ്ങയും കൂടി അരായാൽ അരച്ച് നല്ല സൂപ്പർ മണ്ണിന് മീൻകറി തേങ്ങ അരച്ച മീൻകറി വെക്കാന്ന് വിചാരിച്ച്. ഓക്കെ, ഇനി അടുത്ത ഇതിൽ കാണാം. അടുത്ത പരിപാടി കേബേജിൻ്റെ വറവ്. അങ്ങനെ കേബേജിൻ്റെ വറവെല്ലായി, കേബേജിൻ്റെ വറവെല്ലാം ഓഫാക്കും. അടുത്ത നമ്മളെ മീനെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. മീൻ ഇപ്പം നല്ല അടിപൊളി ഫ്രൈ ആയി. അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കറിയും നമ്മൾ കറിയുണ്ട്. തേങ്ങ അരച്ച മീൻ കറിയെല്ലാം പതച്ച് കുറച്ചും കൂടി കരിയാമ്പിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്ത് കരിയെല്ലാം മീൻകറിയെല്ലാം നല്ല റെഡി ആയിട്ട് വന്ന് അതെ നല്ല മീൻകറി, സൂപ്പർ മീൻകറി. പരിപാടി നമ്മൾ ഉച്ചക്ക് ചോറായുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വൈകുന്നേരത്തെ ചപ്പാത്തിൻ്റെ കുഴച്ചാട വെച്ച് പിന്നെ വൈകുന്നേരം കുഴക്കാനുള്ള ഒരു മടിയാണ്. പിന്നെ വീഡിയോ എടുക്കണം, ഇവിടുന്ന് എടുക്കണം, നമുക്ക് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കണം. അങ്ങനെ ഇതാ ആട്ട, ഇന്നത്തേക്ക് ചപ്പാത്തിൻ്റെ ആട്ട നല്ലോണം കുഴച്ച് വെച്ച്. അപ്പോൾ ഇനി വൈകുന്നേരം നമുക്ക് നല്ലോണം മൂടി വെച്ചാൽ മതി. വൈകുന്നേരം ഇനി നമുക്ക് കറി ഉണ്ടല്ലോ, അപ്പോൾ വൈകുന്നേരം ഇനി ചൂടോടെ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ട് പരിപാടി നമുക്ക് നമ്മൾ സബ്ജി ആക്കുന്നതാണ്. സബ്ജി എല്ലാം തക്കാളിയല്ല ഉള്ളി, ഉരുളക്കിഴങ്ങ്. ഇതിപ്പോൾ ഞാനിട്ട ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വഴുതിരിങ്ങയെല്ലാം ഇട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് അതിനെ നല്ലോണം വേവുന്ന ഉപ്പിട്ട് നല്ലോണം ഒതുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ഇട്ട് കൊടുത്ത് തക്കാളിയെല്ലാം ഒതുങ്ങി കഴിഞ്ഞതിന് ശേഷം ഇനി ഓരോ മസാലകളായിട്ട് നമുക്ക് ചേർക്കാം. നല്ല ടേസ്റ്റായി. ചപ്പാത്തിക്കായാലും ചോറിനായാലും ഭയങ്കര ടേസ്റ്റാണ്. ഇത് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. മുന്നേ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് കൂടുന്നത്. അപ്പം എരിവ് ആവശ്യത്തിന് വേണ്ടുന്ന ആളിട്ടാൽ മതി. ഇത് കുഞ്ഞി ഇതായുണ്ടാവും. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള കറി, മല്ലിപ്പൊടി, ഇട്ടത് ചിക്കൻ മസാല, ഗരം മസാല ലേശം, പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത്, പിന്നെ ജീരകം വറുത്ത് പൊടിച്ചത്, ഒരു ശകലം ജീരകം വറുത്ത് പൊടിച്ചത്, അതുപോലെ ഒരു ലേശം കുരുമുളക്. അങ്ങനെ മസാലകളെല്ലാം റെഡിയായി. എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഓരോരുത്തർക്ക് എത്ര എരിവാണോ അത്ര അനുസരിച്ച് കിട്ടാൻ മതി. കുറവുള്ള ആൾ കുറവിട്ടാൽ കൂടുതലുള്ള ആൾ കൂടുതലായി ഇട്ടാൽ മതി. അപ്പം അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മളെ കാണാൻ തന്നെ നല്ല രസമുണ്ടാവും.
ചപ്പാത്തിയിലും ദോശക്കായാലും കഴിക്കാം. ഈ മസാലയെല്ലാം അടച്ചു വെക്കാം. നല്ല ഭംഗിയില്ലേ കാണാൻ. അടച്ചു വെക്കാം. തുറന്ന് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല കളറെല്ലാം നല്ല ഇതായിട്ടുണ്ട്. മസാലേൻ്റെ തക്കാളിയെല്ലാം നല്ല അപ്പോൾ നല്ലുണ്ട് കാണാനും. അതുപോലെ ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. 2 ചെറിയ വഴുതിരിങ്ങോ 2 നല്ല ഉരുളക്കിഴങ്ങോ 2 വലിയ തക്കാളി ഉണ്ടെങ്കിൽ 2 ഉള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് ആക്കിയാൽ നല്ല രസമാണ് ചപ്പാത്തിക്ക് കഴിക്കാൻ. വേറെ ഒന്നും വേണ്ട, ചപ്പാത്തിക്ക് വേറെ ഒന്നും വേണ്ട. നല്ല അടിപൊളിയാണ്. അപ്പോൾ നല്ലോണം വെന്ത് ഇതായിട്ടുണ്ട്. ഇനി ലേശം അധികം വേണ്ട, കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ വേണ്ട. ചപ്പാത്തിക്ക് കുറച്ച് ഒരു വെള്ളം പോലെ ഉണ്ടെങ്കിലല്ലോ നല്ല ഗ്രേവി ആയിട്ട് വരുന്നതാണെന്നല്ലോ. ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. അധികമല്ല, കുറച്ച് ഗ്രേവി ആയിട്ട്. അങ്ങനെ നമ്മൾ സബ്ജി ഒന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് അടിപൊളിയായി. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിക്ക് വൈകുന്നേരത്തെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ്. ചപ്പാത്തിക്കുമായി. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമുക്ക് ഒരു ചോറിനും കുറച്ചെടുക്കാം. ചപ്പാത്തിക്കുമായി. അപ്പോൾ ഓരോരുത്തർക്കും അറിയുന്നില്ല, സമയമില്ല വീഡിയോ എടുക്കാൻ. അപ്പോൾ നമുക്ക് സമയം കണ്ടെത്തണമെങ്കിൽ നമ്മൾ കുറച്ച് ഒന്ന് മെനക്കെട്ട് കുറച്ച് ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നമുക്ക് ഒരുപാട് സമയം കണ്ടെത്താം. അപ്പോൾ എൻ്റെ ഇപ്പം ചോറുമായി. കാലത്തെ കുറച്ച് മീൻകറി ഉണ്ട്. അതിൻ്റെ മീൻകറി ഇന്നലത്തെ. അപ്പോൾ നൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇത് സബ്ജി ആക്കിയത്. അപ്പോൾ ഇത് നമുക്ക് ചോറിനും കുറച്ചെടുക്കാം. അപ്പോൾ രാത്രിയൊക്കെ സബ്ജിയുമായി, ചോറിനും എടുക്കാം. പിന്നെ എന്ന് വെച്ചാൽ ആട്ട വെച്ച് ഇപ്പോഴേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ ചോറ് തന്ന് പാത്രവും കഴുകി സുഖമായി. നമ്മൾ കുളിയും തന്നെയല്ല, കുളി പിന്നെ രാവിലെ കഴിച്ച് എല്ലാം കഴിച്ചതുകൊണ്ട് പാത്രവും കഴുകി ചോറ് തിന്ന് പാത്രവും കഴുകി അടിച്ച് വാരി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീയാണ്. പിന്നെ ഒരു സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിക്കല്ലേ വേണ്ടു. അപ്പോൾ അതുവരെ നമുക്ക് വീഡിയോ എടുത്ത് മുന്നോട്ട് പോകാം. അതിൻ്റെ ഇടയിൽ ഒരു ചായയും കുടിക്കാം. അപ്പോൾ ഇത് ഓഫാക്കട്ടെ. അപ്പോൾ ഇതിനൊരു നമ്മൾ ലേശം മല്ലിച്ചപ്പ്, ഇഷ്ടമില്ലാത്ത ആൾ ഇടണ്ട, ഇഷ്ടമില്ല ആൾ ഇട്ടാൽ മതി. പക്ഷേ എന്നാലും മല്ലിച്ചപ്പ് നമ്മളെ ബ്ലഡ് ശുദ്ധിയാക്കുന്ന ഒരു സാധനമാണ്. അപ്പം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത്, നമുക്ക് ഇഷ്ടം മല്ലിച്ചപ്പ്. അപ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയായി. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തതും ഉണ്ടാകും. നല്ല ഭംഗിയില്ലേ? വൈകുന്നേരത്തേതുമായി, ഉച്ചക്കത്തെ ഒരു ചോറിന് എടുക്കാനുമായി. ആട്ട വെച്ച് ഫ്രിഡ്ജിലും വെച്ച്. അപ്പോൾ നമ്മൾ ഫ്രീ ആയി. ഇനി നമുക്ക് കഴിച്ച് വീഡിയോ എല്ലാം എടുക്കുകയേ വേണ്ടു.